എങ്കിലും ഇതൊക്കെ കാണും ഇങ്ങനെ വരുന്ന എടപ്പാളങ്ങാടി എന്നുള്ളത് അല്ലേ? അതിന് വേണ്ടിട്ടുള്ളതാ. ഒരുപാട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് പോലും ആൾക്കാർ വന്നിരുന്നുള്ള കടകൾ കണ്ടിരുന്നോ? പഴക്കൊല കാരണം കടകളൊന്നും കാണൂല. അതൊരു ഉത്സവം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഇനിയിപ്പോ അതൊക്കെ ആയി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രാമങ്ങളിലും എല്ലായിടത്തും എത്തി എന്നുള്ളതാണ്. ഇല്ല ഇല്ല ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇനി വരുന്ന തലമുറക്ക് ഇങ്ങനെ ആയിരുന്നു എടപ്പാളങ്ങാടി എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവർത്തനാണിത്. മനസ്സിലായോ? ചാറ്റൽ മഴ അന്നിപ്പോ മഴ അരമണിക്കൂറിനുള്ളിൽ മഴയൊന്നും വിഷയമല്ല. വരവുകൾ വരുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മഴ വിഷയമല്ലോ. അന്ന് കച്ചവടം. ഉണക്കല് മീൻ എത്ര ഉണ്ടായിരുന്നു? ഒരുപാട് ഉണ്ടായിരുന്നു. അതായത് പൊന്നാനിയിൽ നിന്ന് വെളിയങ്കോട് ഭാഗത്തു നിന്നൊക്കെ വന്നിരുന്നു. ഒരുപാട് ഉണക്കൽ കടമാർ മാർക്കറ്റിന് കഴിഞ്ഞ മെയിൻ ആയിട്ടും ഉണക്കൽ കടയായിരുന്നു. ഈ കൊട്ടക്കയില് എടപ്പാളങ്ങാടി പ്രത്യേകത അത് മാത്രം കേരളത്തില്. എന്നാലും ആ പേരിനെങ്കിലും നിലനിർത്തുന്നത് എടപ്പാളങ്ങാടിന്റെ പ്രത്യേകതയാണ്. ആദ്യമായിട്ട് ഇപ്പോഴും വേറെ എവിടെയും കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്നതാണ് എടപ്പാളങ്ങാടി. കേരളത്തില് ഇവിടെ എടപ്പാൾ മാത്രമേ ഉള്ളൂ. ജമാലപീടി അല്ല, ലീഡർ പീടിക്ക അംസൊക്കെ ഉണ്ട്. ആളെ പേര് നമ്മളെ ലീഡർ പീടിയിലെ അയാളൊക്കെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ലീഡർ പീടി, പിന്നെ നമ്മളെ PC പീടി, അങ്ങാരി സിംഹം പീടി, അങ്ങനെ പല. അന്നൊരു പെണ്ണുങ്ങള് വേഷം കെട്ടിട്ട് ഡാൻസ് കളിക്കലൊക്കെയാണ് അന്ന് ഗാനമേളല്ല. ഒരു കമ്പനിക്ക് വേണ്ടിട്ട് ഓരോ ടീം അപ്പം ഉണ്ടാക്കണം. അത് കാണാൻ പല ഭാഗത്ത് ജനങ്ങൾ വന്നത്. കഥാപ്രസംഗം, കണ്ണോട്ടന്മാരെ കഥാപ്രസംഗം. എടപ്പാൾ ചുങ്കത്തിന്റെ വരോടുകൂടി എടപ്പാൾ അങ്ങാടിയുടെ ഒരു പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറയാം. അതിച്ചിട്ട് എടപ്പാൾ ചുങ്കത്തിനെ കുറച്ചെന്നല്ല പറഞ്ഞത്. അതിപ്പോ അങ്ങാടി എങ്ങനെയാണോ ഇല്ലാതെയായി പൊന്നാനി അങ്ങാടി, അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും ഇറങ്ങി വന്നു. ജഗദീഷൊക്കെ ജോലി വരെ ടൗൺ ആയി തുടങ്ങി. പിന്നെ ഇവിടുന്ന് ഇപ്പൊ നമ്മളെ MDC ബാങ്ക്, കനറ ബാങ്ക് കൊടുത്ത് പോയി. അതിന്റേതായിട്ടുള്ള കുറവുണ്ട്. ഇവിടെ ഇരുന്ന് കനറ ബാങ്ക് അതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഈ പുഴവാണിഭം നിലനിർത്തുന്നത് ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. കാരണം 2025 ഇതാണ് പുതിയൊരു പരിപാടി. ഈ പ്രാവശ്യം അതിപ്പോ പഞ്ചായത്തും ഒരു ഭാഗത്ത് പഞ്ചായത്ത് അവരുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നുണ്ട്. അതെ അതെ. വ്യവസായ ഭാഗത്ത് ഇവിടെ ഓട്ടോ ഡ്രൈവർമാര്, അതെ 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 അതെ, അതിന്റെ ആൾക്കാരെ ഞങ്ങള് പൂർവികര് പൂളിയും കാപ്പിയൊക്കെ വിറ്റിട്ട് ഇത് തന്നെ കട. അതെ അതെ. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് പഴയ ബ്ലോക്കിന്റെ അടുത്ത കുട്ടികൾ സംഘടിപ്പിക്കുന്ന ഒരുപാട് കലാപരിപാടികൾ അതല്ലേ ഈ വരവ് കമ്മിറ്റി. ഹംസ കച്ചേരി ഒരു വരവ് കമ്മിറ്റി അത് വരും. കുറവാണ് അല്ലേ? പ്രവാസികളായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പോയപ്പോഴേ ക്ലബുകളൊക്കെ പൂട്ടി. അങ്ങനെ കുറെ പ്രോഗ്രാമുകൾ മുമ്പേ ഉണ്ടായിരുന്നു. ഗഫൂർ എടപ്പാൾ. എന്താണ്? ഞാൻ താഴത്തോളപ്പിലാണ്. ഇവരെല്ലാവരും താഴത്തോളപ്പിക്കാരാണ്. സുലൈമാന്റെ വീടിന്റെ അവിടെ. അതന്നെ. സുലൈമാനൊക്കെ ഞങ്ങളൊക്കെ ഇവിടുന്ന് മൊത്തം താഴത്തോളപ്പാണ്. നിങ്ങള് അതിന്റെ പേര് അക്ബർ. ഇവിടെ ഇതിന്റെ ഉള്ളിലാ? അസറഫിന്റെ വീടിന്റെ അവിടെ. എന്നെ മനസ്സിലായില്ല. ഞാൻ പണ്ട് വ്യാപാരശാല ജില്ലാ മെമ്പറായിരുന്നു. പ്രകാശേട്ടനല്ലേ ഇപ്പൊ? സമിതി വ്യാപാരി സമിതി ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് പുരോഗാമിയും വലിയ കുഴപ്പമില്ല. ഇതിപ്പോ വിടും. ഇത് മഴ കലാപരിപാടികൾ എന്നൊക്കെയുള്ള ഇത് വരും ഇപ്പൊ വരും. കലാപരിപാടികളൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ.